ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ മോളെ നിർബന്ധിച്ചിട്ട് അവളുടെ ഒരു ബന്ധുവിൻ്റെ കസിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് കൊണ്ടുപോയി. ആരുമില്ലല്ലോ ഞങ്ങളെ കൊണ്ടുപോകാൻ, അവളെ കൊണ്ടുപോകാൻ, മോളെ കൊണ്ടുപോകാൻ ആരുമില്ലല്ലോ, അവളൊരു ഫംഗ്ഷൻസിനും കൂടാറില്ല എന്നൊക്കെയുള്ള സങ്കടം ഞാൻ എൻ്റെ കൂട്ടുകാരിനോട് ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു ഇതിൽ അവൾ കൊണ്ടുപോയതാണ് കേട്ടോ. അവൾ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് ആരുമില്ലാത്തവൾ എന്നുള്ള, അതായത് അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വാപ്പ എന്നും ഒരു വാപ്പാടെ അന്വേഷണം, വാപ്പാടെ തണല് എന്നൊക്കെ പറയണം. വാപ്പ അന്വേഷിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേക, എനിക്കത് മനസ്സിലായിട്ടില്ല ഇതുവരെ. കാരണം ഞാൻ പറഞ്ഞത് വാപ്പാടെ തണലിലും വാപ്പാടെ കെയറിങ്ങിലും വാപ്പാടെ സ്നേഹത്തിലുമാണ്. അപ്പം എനിക്ക് അത് സ്പെഷ്യലായിട്ടൊന്നും ഫീൽ ആയിട്ടുണ്ടായില്ലായിരുന്നു. പക്ഷേ എൻ്റെ മോളിലേക്ക് അത് എത്തിക്കഴിഞ്ഞപ്പോൾ അവൾക്കത് കിട്ടാതെ ആയപ്പോൾ വേറെ വാപ്പാടെ സ്നേഹവും തണലും കെയറിങ്ങും കിട്ടണ ഒരു കുട്ടീനെ പരിഗണിക്കണതും ആരുമില്ലാത്തൊരു കുട്ടീനെ സമൂഹം പരിഗണിക്കണതും രണ്ടും എൻ്റെ വളരെ ഡിഫറെൻ്റാണ്. വാപ്പ മരണപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ സമൂഹത്തിനും വീട്ടുകാർക്കും സഹതാപവും ആ കുട്ടീനോട് ഭയങ്കര കരുണ കാണിക്കലും, മറിച്ച് ഉമ്മയും വാപ്പയും ഡിവോഴ്സായിട്ട് വാപ്പ അന്വേഷിക്കാത്ത ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടീനോട് വേറൊരു തരത്തിലുള്ള ഒരു സമീപനമാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ രണ്ട് കുട്ടികളും അനുഭവിക്കേണ്ട സെയിം മാനസികാവസ്ഥയാണ്. വാപ്പ എന്നോ മരിച്ചു പോയ ഒരു കുട്ടിയും വാപ്പാൻ ഇന്നുവരെ എവിടെയോ വാപ്പ ജീവിച്ചിരുന്നിട്ട് വാപ്പാൻ്റെ സ്നേഹവും കരുണയും ലാളനയും വാത്സല്യവും ഒന്നും ഇന്നുവരെ അനുഭവിക്കാത്ത ഒരു കുട്ടിയും അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പം എൻ്റെ മോളെ അവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ അവൾ ആരുമില്ലല്ലോ, അവളെ കൊണ്ടുപോകാനൊന്നും ആരുമില്ലല്ലോ, അതാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ എൻ്റെ ഫ്രണ്ട് അവളുടെ കസിൻസ് നല്ല ഉദ്ദേശത്തോടുകൂടി പറഞ്ഞതായിരിക്കും. പക്ഷേ അത് എൻ്റെ മോളുടെ ഇങ്ങനെയുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ചാകുമ്പോഴും അതുപോലെ തന്നെ ഇത് കേൾക്കണവർ പിന്നെയും അതിനെ വ്യാഖ്യാനിക്കുമ്പോഴും ആരുമില്ല അല്ലേ, ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരവസ്ഥ, അവർ വളരുമ്പോഴുള്ള പ്രശ്നങ്ങളും എല്ലാം ഇങ്ങനെ എന്തിനാണ് ഇവൻ്റെ പാരൻസ് ഇങ്ങനെ ചെയ്യണത്, അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു നിർഭാഗ്യക്കേട്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടിയുടെ ഭാഗ്യക്കേടിനെ വരെയും അതിലേക്ക് എത്തിക്കുമ്പം ഇത് കുട്ടിയുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കേണ്ടതെന്ന് അവർ ചിന്തിക്കണില്ല. അല്ലെങ്കിൽ കുട്ടിയുടെ മാനസികാവസ്ഥ ആ ഒരു കേട്ട ഒരു വാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു നേരിട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് ഇന്നലെ അവർക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ ഉണ്ടായ സന്തോഷത്തിനേക്കാളൊക്കെ കുട്ടികൾ ആലോചിക്കും, എന്നെ എന്തിനാ പഠിച്ചോൻ ഇങ്ങനെ ആക്കിയത്, എനിക്കെന്താ വാപ്പാടെ സ്നേഹം കിട്ടാതെ, പഠിച്ചോൻ എന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ കുട്ടികളെ ചിന്തിച്ച് തുടങ്ങും. ഇത് നമ്മളായിട്ട് തന്നെ കുട്ടികളുടെ മനസ്സിൽ അങ്ങനത്തെ വേദനകളും മുറിവുകളൊക്കെ ഉണ്ടാക്കുന്നത് നമുക്കെങ്കിലും പക്വതയോടുകൂടി പെരുമാറിക്കൂടെ, അല്ലെങ്കിൽ ഇത് നോർമലൈസ് ചെയ്യണം.